അപ്പൊ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെന്ന് മാത്രമല്ല മോചിപ്പിക്കപ്പെട്ട അടിമയാണ്. എന്നാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് നേതാവിന്റെ സ്ഥാനമുണ്ടായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനും കുലീനനും ആയതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് സയ്യിദുന ബിലാൽ എന്നാണ്, നമ്മുടെ നേതാവായ ബിലാൽ. അബൂബക്കറിൻ സയ്യിദുന വഅതഖ സയ്യിദന, അബൂബക്കർ നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവിന്റെ മോചകനുമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുന എന്ന് സഹാബാക്കൾ വിശേഷിപ്പിച്ചിരുന്നു. നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എണ്ണിയിരുന്നു. അദ്ദേഹം ഈ അടിമകളെ മോചിപ്പിച്ചെന്ന് മാത്രമല്ല, ഒരു ജോലി പോലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ആ ഉപകാരത്തിന്റെ ഒരു സൂചന പോലും അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അല്ലാഹു തആല ഖുർആനിൽ അതിനെ പ്രത്യേകം പ്രശംസിച്ചു. നരകത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത്, ശരിയായ മുഅ്മിനിനെയും കാഫിറിനെയും വിവരിക്കുന്ന ഭാഗത്ത് സൂറത്തുൽ ലൈലിൽ കാണാം, വസയുജന്നബുഹൽ അത്ഖല്ലദി യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഈ നരകത്തിൽ നിന്നും തഖ്വയുള്ള ആളുകൾ മാറി നിൽക്കും. അത്ഖ, ഏറ്റവും തഖ്വയുള്ള ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഉദ്ദേശമെന്ന് മുഴുവൻ തഫ്സീറുകളിലും കാണാം. അൽ അത്ഖ, ഏറ്റവും തഖ്വയുള്ള ആൾ നരകത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടും. അല്ലദീ യുഅതി മാലഹു യതസക്ക, നന്നാകാൻ വേണ്ടി, പ്രതിഫലം ലഭിക്കാൻ വേണ്ടി തന്റെ സമ്പത്തിനെ ചെലവഴിക്കുന്ന. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, സമ്പത്ത് ചെലവഴിക്കുന്ന സമ്പത്തിന് ഒരു പ്രശംസയോ ഒരു ഉപകാരമോ അങ്ങനെ അതിനൊരു നന്ദിയോ പ്രതീക്ഷിക്കാത്ത ആ വ്യക്തി, തഖ്വയുള്ള സമ്പാദ്യം ചെലവഴിക്കുന്ന ഈ വ്യക്തി നാളെ നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മാത്രമല്ല വലസൗഫ യർള, ഇഷ്ടപ്പെടുന്ന തൃപ്തനാകുന്ന പ്രതിഫലങ്ങൾ അല്ലാഹു തആല വാരിക്കോരി നൽകും എന്ന് അദ്ദേഹത്തിന്റെ ഇഖ്ലാസിന്, അദ്ദേഹത്തിന്റെ തഖ്വക്ക്, അതുപോലെ തന്നെ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ വേറെ ഒന്നിനും, നാളത്തെ പ്രതിഫലമല്ലാതെ ഇന്നൊരു പ്രശംസ അല്ലെങ്കിൽ ഒരു നന്ദി അല്ലെങ്കിൽ ഒരു നല്ല മുഖം അല്ലെങ്കിൽ ചെറിയൊരു ഉപകാരം അത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്ന് അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തി പറയാണ്. അങ്ങനെ എന്തെല്ലാം ഗുണങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു